നമസ്കാരം. നമ്മുടെ കേരളത്തിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സംസ്ഥാന സർക്കാരിൻ്റെയും ജനകീയ ആസൂത്രണ പദ്ധതിയുടെയും വലിയൊരു ആനുകൂല്യ പെരുമഴ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് 2026-27 സാമ്പത്തിക വർഷത്തിലേക്ക് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് സർക്കാരിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ തന്നെ ഇപ്പോൾ അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാനും മുൻപ് സമർപ്പിച്ച അപേക്ഷകളുടെ നിലവിലെ മുൻഗണനാ ലിസ്റ്റ് പരിശോധിച്ച് അവ അംഗീകരിക്കാനും ഉള്ള വലിയൊരു അവസരമാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പൊതുജനങ്ങളും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. നാടിൻ്റെ വികസനവും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളുടെയും കർഷകരുടെയും ഒക്കെ തന്നെ സ്ത്രീകളുടെയും ഒക്കെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ വൻകിട ക്ഷേമ പദ്ധതികൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാർപ്പിടവും കാർഷിക വികസനവും ലക്ഷ്യമിട്ട് ഒട്ടനവധി മികച്ച പദ്ധതികളാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായിട്ട് സുരക്ഷിതമായ ഒരു ഭവനം സ്വപ്നം കാണുന്നവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയും പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയും ഒക്കെ തന്നെ ലഭിക്കുന്ന വലിയ ധനസഹായങ്ങൾ ഇതിലൂടെ സ്വന്തമാക്കാം. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും മെയിൻ്റനൻസിനുമായിട്ട് വലയുന്ന കുടുംബങ്ങൾക്ക് വീട് നവീകരണ ഗ്രാൻറ്റ് ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ കർഷകരെ സഹായിക്കാനായിട്ട് വൻതോതിലുള്ള ജൈവവള വിതരണം, തരിശുഭൂമി കൃഷിക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറി വിത്ത് വിതരണം, സബ്സിഡി നിരക്കിലുള്ള കാർഷിക ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ലഭ്യമാകുന്നത്. കൂടാതെ പാൽ ഉൽപ്പന്നത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് ക്ഷീര കർഷകർക്കായിട്ട് പ്രത്യേക ബോണസും പശുക്കളെ വാങ്ങാനുള്ള വായ്പാ സബ്സിഡികളും ഒക്കെ തന്നെ നിലവിലുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും ഊന്നൽ നൽകുന്ന നിരവധി സ്കീമുകളും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. വേനൽക്കാലത്ത് നേരിടുന്ന കുടിവെള്ള ക്ഷാമം അത് പരിഹരിക്കുന്നതിനായിട്ട് നിർമ്മിക്കുന്ന വിപുലമായിട്ടുള്ള മഴവെള്ള സംഭരണികൾ, കിണറുകളിൽ ജലനിരപ്പ് നിലനിർത്താനുള്ള കിണർ റീചാർജിംഗ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് വെള്ളം ശേഖരിച്ച് വയ്ക്കാൻ ആവശ്യമായ വലിയ വാട്ടർ ടാങ്കുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് വൻ തുക സബ്സിഡിയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും സ്വന്തം പുരയിടത്തിൽ സമൃദ്ധമായിട്ട് വെള്ളം ലഭിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ അപേക്ഷ സമർപ്പിച്ച് കൈപ്പറ്റാൻ സാധിക്കുന്ന പദ്ധതികളാണ് ഇവ. സാമൂഹിക ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കൈത്താങ്ങാകുന്ന പ്രത്യേക പാക്കേജുകളും ഇതിലുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് ദൈനംദിന ജീവിതം സുഗമമാക്കാനായിട്ട് സഹായിക്കുന്ന കട്ടിലുകൾ, ചൂട് നൽകുന്ന കമ്പിളി പുതപ്പുകൾ, മറ്റ് ആവശ്യ ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പഠനം മുടങ്ങാതിരിക്കാനായിട്ട് സാമ്പത്തിക സ്കോളർഷിപ്പുകളും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സഹായങ്ങളും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ ആവശ്യമായ ബാറ്ററിയും മോട്ടറും ഘടിപ്പിച്ച മുച്ചക്ര സ്കൂട്ടറുകൾ വിതരണം ചെയ്യുന്ന പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടമ്മമാർക്കും ഗ്രാമീണ തൊഴിലന്വേഷകർക്കും സ്വയം തൊഴിൽ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്ന മികച്ച അവസരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനായിട്ട് മുട്ടക്കോഴി വളർത്തൽ, മുറ്റത്തൊരു മീൻകുളം പദ്ധതിയിലൂടെയൊക്കെ തന്നെ വരാൽ, തിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളുടെ അക്വാകൾച്ചർ കൃഷി, അതോടൊപ്പം തന്നെ ആട് വളർത്തൽ തുടങ്ങിയ ചെറുകിട സംരംഭങ്ങൾക്ക് വലിയ തോതിലുള്ള ഗ്രാൻറ്റുകളൊക്കെ തന്നെ നൽകുന്നുണ്ട്. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്ത് തന്നെ സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം അത് കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ നടപ്പിലാക്കുന്ന ഈ പദ്ധതികൾ വലിയൊരു ആശ്വാസമായിട്ട് മാറുകയാണ്. ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നേടുന്നതിന് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങളുടെ വാർഡുകളിൽ നടക്കാൻ പോകുന്ന പ്രത്യേക ഗ്രാമസഭകളുണ്ട്. അവിടെ നിർബന്ധമായിട്ടും പങ്കെടുക്കുക എന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ഗുണഭോക്തൃ ഫോമുകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഈ ഗ്രാമസഭകളിൽ വെച്ചാണ്. നിലവിൽ ഓരോ ആവശ്യത്തിനും ഓരോ പ്രത്യേക ഫോമുകൾ എന്ന രീതിയിലാണ് അപേക്ഷകളൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്നിനേക്കാൾ കൂടുതൽ പദ്ധതികൾ ആവശ്യമുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, അതായത് സാധാരണയായിട്ട് 3 അപേക്ഷകൾ വരെ അധിക ഫോമുകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിരസിക്കപ്പെടാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയിൽ വെക്കേണ്ടതായിട്ടുണ്ട്. പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവും നിർബന്ധമായിട്ടും ഹാജരാക്കണം. ഹരിതകർമ്മസേനയുടെ അടവ് പുസ്തകത്തിലെ ആ ഒരു കട്ടിങ്സ് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ കാർഡിൻ്റെ പകർപ്പ് അത് അപേക്ഷയോടൊപ്പം വയ്ക്കുന്നത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഗ്രാമസഭയിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച ശേഷം ഏറ്റവും കൂടുതൽ അർഹതയുള്ളവർക്കും മുൻപ് ആനുകൂല്യം ലഭിക്കാത്തവർക്കും മുൻഗണന നൽകിയാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പ്രൊഫൈൽ വിവരങ്ങൾ നൽകിയാൽ മതിയാകും. ഓരോ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാദേശികമായ ആവശ്യങ്ങൾക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ച് പദ്ധതികളുടെ ഘടനയിലും ആനുകൂല്യങ്ങളിലുമൊക്കെ തന്നെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രദേശത്ത് ഏതെല്ലാം പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് കൃത്യമായിട്ട്
അറിയാനായിട്ട് സ്വന്തം വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറുമായിട്ടോ ബന്ധപ്പെടുക. വികസന കാര്യങ്ങളിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളിലും നമ്മുടെ അവകാശങ്ങൾ കൃത്യസമയത്ത് നേടിയെടുക്കാനായിട്ട് എല്ലാവരും ഈ ഗ്രാമസഭകളിൽ പങ്കാളികളാവുക. ജനക്ഷേമകരമായിട്ടുള്ള ഇത്തരം പുതിയ വിവരങ്ങൾ, പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം പ്രയോജനപ്രദമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും, എല്ലാ സുഹൃത്തുക്കളിലേക്കും, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.